ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 7ാമത്തെ ക്ലാസ്സാണിന്ന്. എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും ചെയ്ത വർക്കുകളൊക്കെ വിട്ടിരുന്നു. എല്ലാം നന്നായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എല്ലാ വർക്കുകളും ചില ആൾക്കാർ വിട്ടു തന്നത് നന്നായി ക്ലിയറായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓരോരോ സ്റ്റിച്ചിങ് അതിൻ്റെ സ്റ്റിച്ചിങ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. പക്ഷേ അത് പിന്നെ ശരിയാവും. നമ്മുടെ മെഷീൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ടുണ്ടാവും. ഞങ്ങൾ മെഷീനിൻ്റെ കുറച്ച് സർവീസുകളൊക്കെ ചെയ്യണം. അപ്പോൾ ചെയ്താലേ നമ്മുടെ മെഷീന് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഏത് ഡ്രസ്സെന്ന് കാണിച്ചു തരാം. ഈ ഡ്രസ്സാണ്, പില്ലോ കേസ് ഡ്രസ്സ് എന്ന് പറയും ഇതിനെ. ഈ ഡ്രസ്സാണ്. ഞാൻ ഈ ഫോട്ടോസ് നിങ്ങൾക്ക് വിട്ടു തരാം. ഈ വീഡിയോസിൻ്റെ മുകളിൽ ഫസ്റ്റായിട്ട് ഞങ്ങൾ ഈ ഫോട്ടോസ് ഒന്ന് നിങ്ങൾക്ക് വിട്ടു തരാം. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ന്യൂസ് പേപ്പറാണ്. ഇന്ന് ന്യൂസ് പേപ്പറിൽ തന്നെ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മാർക്കിങ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ ഇത് കാണുന്നുണ്ട്, ഈ മാർക്കിങ് കാണുന്നുണ്ട്. അതുപോലെ അത് ഫേസ് നോക്കിയിട്ട് മാർക്ക് കാണുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഇതിനെ ഈ ഫോൾഡ് ചെയ്യുന്നത്, മടക്കുന്നത് ഇതുപോലെ മടക്കി, ഇനി ഞങ്ങൾക്ക് ഇതുപോലെ മടക്കണം. ഇനി മടക്കിയല്ലേ, ഇത് മടക്കി. ഇപ്പോൾ മടക്കി കൊടുത്തു. ഇനി ഞങ്ങൾ ഈ ഭാഗത്തിൽ നിന്ന് വിട്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ഈ മെഷർമെൻറ്റ്. ഇത് 1 ഇയർ ബേബീന് ജീൻസ് പോലത്തെ പാൻറ്റ്സൊക്കെ ഉണ്ടല്ലേ, ജീൻസ് പാൻറ്റിലൊക്കെ ഇത് ഇടാൻ പറ്റും. 1 ഇയർ ബേബിക്ക് ജീൻസ് പാൻറ്റിന് ഇടുന്നതാണ്. ഇത് പില്ലോ കേസ് ഡ്രസ്സാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലെങ്ത്ത് മുകളിൽ നിന്ന് ഇവിടെ ഓപ്പൺ ഉണ്ട്. ഞാൻ കുറച്ച് ഇത് ലെങ്ത്ത് ഉണ്ട്, അതുകൊണ്ടിട്ട് ഈ സൈഡിൽ നിന്ന് എടുത്തു, ഈ ഭാഗത്തിൽ നിന്ന്. അപ്പോൾ ഈ സൈഡ് ഫോൾഡായിരിക്കണം. ഇത് ഫോൾഡാണ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എടുത്തു. മുകളിൽ നിന്ന് താഴോട്ട് 13.5 ഉണ്ട്. ഇതിൽ 13.5 മെഷർമെൻറ്റും 13.5 ഉണ്ട്. ഞങ്ങൾക്ക് വേണ്ട മെഷർമെൻറ്റ് ഇത് മെയിൻ ഫിനിഷിങ് മെഷർമെൻറ്റാണ്. 13.5 ഇഞ്ച് 13.5 ഇഞ്ച് ഫിനിഷിങ് മെഷർമെൻറ്റാണ്. ഇതിന് ആഡ് ചെയ്യുന്നത് പ്ലസ് ഞങ്ങൾ 1.5 ആഡ് ചെയ്യണം. 1.5 ആഡ് ചെയ്തു. ഇനി 13.5 16 15 ഇത് 15 വരണം. അപ്പോൾ നിങ്ങൾക്ക് 1 ഇഞ്ച് മേലെ പോവും, 1/2 ഇഞ്ച് താഴോട്ട് സ്റ്റിച്ചിങ്ങിൽ പോവും. 1 ഇഞ്ച് മേലെ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ മടക്കിയിട്ട് തുന്നാനുണ്ട്, അത് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് 13.5 ഉണ്ട്. ഞങ്ങൾക്ക് ആഡ് ചെയ്യാനില്ല ഇതിൽ. ഇപ്പോൾ 13.5 മതി, ഇപ്പോൾ പേപ്പർ കട്ടിങ്ങിനല്ലേ. അപ്പോൾ ഈ ഷോൾഡർ വെക്കുന്നതാണ്. ഷോൾഡർ 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച്. അപ്പോൾ 7.5 ഇഞ്ചിലേക്ക് ഞങ്ങൾ മാർക്ക് ചെയ്യാം. ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. ഷോൾഡർ എടുത്തു. ഇനി ഞങ്ങൾ ആം ഹോൾ എടുക്കണം. ആം ഹോളിലേക്ക് ഞങ്ങൾക്ക് 5.5 ഇഞ്ച് വേണം. 5.5 ഇഞ്ച് വന്നു. അപ്പോൾ ഇവിടെയും ഞങ്ങൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതുപോലെ ഇട്ടു. ഞങ്ങൾ സ്ട്രൈറ്റ് ഒരു ലൈൻ ഇടണം. അതേ
ഇതുപോലെ ഞങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ അളവ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവിടേക്ക് നോർമലി ഒരു 10 ഇഞ്ച് മതി. 10 ഇഞ്ച്. ഇത് ലൂസായിട്ടിടുന്ന ഡ്രസ്സ്. 10 ഇഞ്ച് മതി. 10 ഇഞ്ച് എടുക്കാം. നിങ്ങൾക്ക് മെഷർമെൻറ്റിൽ ഞാൻ എഴുതിയിട്ടില്ല. അത് നിങ്ങൾക്ക് എഴുതിയിട്ട് ഇടാം. 10 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇതിൽ 1 ഇഞ്ച് സ്റ്റിച്ചിങ്ങിന് മാർക്കെടുത്തു. 1 ഇഞ്ച്. ഇനി ഇതിന് ഷേപ്പ് കൊടുക്കാം. ഇതുപോലെ ഷേപ്പ് കൊടുക്കാം. ഷേപ്പ് കൊടുത്തു. ഇനി ഇതിൻ്റെ സൈസ് താഴെയും ഇവിടെ 10 ഇഞ്ച് കൊടുത്തല്ലേ, അതേപോലെ ഇവിടെയും 10 ഇഞ്ച് കൊടുത്ത് ഈ മുകളിൽ നിന്ന് താഴോട്ട് ലൈൻസ് ഇടണം. ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻസ് ഇടണം. ലൈൻസ് ഇട്ടു. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു മാർക്ക് കൊടുക്കണം. ഇത് സ്റ്റിച്ചിങ്ങിന് പോകുന്ന മാർക്കാണ്. 1 ഇഞ്ചിൽ ഇവിടെ മാർക്ക് കൊടുക്കണം. ഇത് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന് പോകുന്ന മാർക്കാണ്. ഇവിടെ കട്ട് കൊടുക്കാണ് ഇവിടെ മാർക്ക് കൊടുക്കുന്നത്. പിന്നെ ഓക്കെ, ഞങ്ങളിത് കട്ട് ചെയ്യാം.